Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നോക്കൂ, സെപ്റ്റംബർ 3-ാം തീയതി നമ്മുടെ ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സബ്ജക്റ്റിലാണ്, ഇംഗ്ലീഷിലാണ്. ഉറപ്പായിട്ടും ഈ പരീക്ഷയിൽ നമ്മൾ A+ വാങ്ങിക്കും. ഈ വരുന്ന പരീക്ഷയിൽ ഗ്രാമർ സെക്ഷനിൽ ഷോർട്ടായിട്ടുള്ളൊരു ചോദ്യമാണ് 5 മാർക്കിൻ്റെ ഫ്രേസൽ വെർബ്സ്. സോ ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കും കീശയിലാക്കാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്, സർ എന്താണ് ഫ്രേസൽ വെർബ്? ഒരു ഫ്രേസൽ വെർബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എ ഫ്രേസൽ വെർബ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ വെർബ് ആൻഡ് എ പ്രപ്പോസിഷൻ. ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത് ഒരു വെർബിൻ്റെയും ഒരു പ്രപ്പോസിഷൻ്റെയും കോമ്പിനേഷനാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ. നോക്കൂ, ഞാനൊരു എക്സാമ്പിളായിട്ട് ഗോ എന്ന് പറഞ്ഞൊരു വെർബ് എടുക്കുന്നു. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഗോ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പോവുക എന്നാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഓൺ എന്നൊരു പ്രപ്പോസിഷൻ ആഡ് ചെയ്യുന്നു. ഞാൻ ആഡ് ചെയ്തതല്ല, ഇങ്ങനെ ഓൾറെഡി ഒരു പ്രപ്പോസിഷൻ ഉണ്ട്. സോ ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ്, ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ അല്ലെങ്കിൽ മുകളിലോട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. സോ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലോട്ട് പോയി, അയാൾ മരിച്ചു പോയി എന്നാണോ? അല്ലാന്നേ. ഗോ ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ടു കണ്ടിന്യൂ എന്നാണ്, തുടരുക എന്നാണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് വെന്റ് ഓൺ ആണ്. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ എടുക്കുന്നു. ടേൺ എന്ന് പറഞ്ഞൊരു വെർബ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ടേൺ, കറങ്ങുക. അതിന് കൂടെ ഡൗൺ എന്ന് പറഞ്ഞൊരു പ്രപ്പോസിഷൻ ആഡ് ചെയ്യുന്നു. ഡൗൺ എന്ന് വെച്ചാൽ താഴോട്ട് എന്നാണ്. അപ്പോൾ ടേൺ ഡൗൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് താഴോട്ട് കറങ്ങുക എന്നാണോ? അബ്സല്യൂട്ട്ലി നോട്ട്. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ മീനിങ്സ് പഠിക്കുക? അപ്പോൾ ഫ്രേസൽ വെർബ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടെ പഠിച്ചു. ഈ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ഗസ് ചെയ്യുക ഇറ്റ്സ് നോട്ട് എ വെരി സിമ്പിൾ ടാസ്ക്. ബിക്കോസ് ഫ്രേസൽ വെർബിൻ്റെ മീനിങ് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്ന വേർബിൻ്റെയും പ്രപ്പോസിഷൻ്റെയും, അതായത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് വേർഡ്സിൻ്റെ മീനിങ്ങിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രേസൽ വേർബ്സിൻ്റെ മീനിങ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കിയെങ്കിലും വെക്കണം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലുള്ള മുഴുവൻ ഫ്രേസൽ വേർബ്സും ബൈ ഹാർട്ട് ചെയ്യാൻ പോവാണ് എന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? കാരണം വളരെ സിമ്പിളാണ്. ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിലും there are more than 5,000 different phrasal verbs used in English, which means നിങ്ങൾ ഇന്ന് സെപ്റ്റംബർ 1-ാം തീയതി പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അടുത്ത വർഷം ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളൊരു 2500-3000 ഉണ്ടെങ്കിലും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മക്കളെ, അതിന് വേണ്ടിയിട്ടാണോ നമ്മളിങ്ങോട്ട് വന്നേ? അല്ലാന്നേ. നിങ്ങൾ ഈ 2500-ഉം 5000 ഒന്നും ഫ്രേസൽ വേർബ്സ് പഠിക്കണ്ട. ഞാൻ ഈ പഠിപ്പിച്ചു തരുന്ന 30 ഫ്രേസൽ വേർബ്സ് പഠിച്ചാൽ മതി. ആ 30 ഫ്രേസൽ വേർബ്സ് കൃത്യമായി പഠിച്ചാൽ ഐ അഷ്വർ യു ഈ ഓണപ്പരീക്ഷയിൽ നിങ്ങൾക്ക് ഫ്രേസൽ വേർബിൽ മുഴുവൻ മാർക്ക് കിട്ടും. സോ ഏതൊക്കെയാണ് ആ 30 ഫ്രേസൽ വേർബ്സ്? നോട്ട്സ് എഴുതി വെക്കുക, വായിച്ച് നോക്കുക, പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് അങ്ങേയറ്റം ഹെൽപ്ഫുൾ ആവും. ആദ്യത്തെ ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത് പുട്ട് ഓൺ ആണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്താ? ടു വെയർ എന്നാണ്, അല്ലെങ്കിൽ ധരിക്കുക എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? യു ഷുഡ് പുട്ട് ഓൺ യുവർ മാസ്ക് വെൻ യു ആർ ഗോയിങ് ഔട്ട് സൈഡ്. കൊറോണ കാലത്ത് നമ്മൾ കേട്ടും അടുത്തതാണ്. ഇനി നോക്കൂ, ഈ പുട്ടോൺ എന്ന് പറഞ്ഞാൽ ധരിക്കുകയാണെങ്കിൽ ഈ പുട്ടോണിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഫ്രേസൽ വേർബ് ഉണ്ട്, അതായത് വസ്ത്രം അഴിക്കുക എന്ന അർത്ഥത്തിൽ. ഫോർ എക്സാമ്പിൾ, നമുക്ക് സ്നേക്ക് ആൻഡ് ദ മിറർ എന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. വസ്ത്രം, ഹോമിയോപ്പതി ഡ്രസ്സ് അഴിച്ചു എന്ന് പറയുന്നുണ്ട്. സോ ഏതാണ് ഫ്രേസൽ വെർബ്? പുട്ട് ഓണിൻ്റെ ഓപ്പോസിറ്റ് പുട്ട് ഓഫ് ആണോ? അല്ല. പിന്നെയോ? അത് ടേക്ക് ഓഫ് ആണ്. അതേതാണ്? ടേക്ക് ഓഫ് ആണ്. സോ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്താ? ടു റിമൂവ് എന്നാണ്. നമ്മൾ ഈ പ്ലെയിൻ പറന്ന് പൊന്തുന്നതിനും ടേക്ക് ഓഫ് എന്ന് പറയും. പക്ഷേ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ഫ്ലൈറ്റ് ഒന്നും പറന്ന് പൊന്താനില്ല. നിങ്ങളുടെ ഫ്ലൈറ്റൊക്കെ 9ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിൽ 1ാമത്തെ ചാപ്റ്ററിൽ കഴിഞ്ഞിട്ടുണ്ട്. ദ ജംഗിൾ എയർ ക്രാഷ് ബൈ ജൂലിയാന കോപ്കെ. സോ 10ാം ക്ലാസ്സിൽ നമുക്ക് പ്ലെയിൻ ഒന്നുമില്ല. അതുകൊണ്ട് ടേക്ക് ഓഫ് നമുക്ക് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ടു റിമൂവ്. അടുത്ത ഫ്രേസൽ വേർബ് ഏതാണ്? പുട്ട് ഓഫ് ആണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു പോസ്റ്റ്പോൺ എന്നാണ്, നീട്ടിവെക്കുക എന്നാണ്. ഒരു പരിപാടി, ഒരു കാര്യം നീട്ടിവെക്കുക, അടുത്ത ആഴ്ചത്തേക്ക്, അടുത്ത മാസത്തേക്ക് നീട്ടിവെക്കുക എന്നാണ് പുട്ട് ഓഫിൻ്റെ മീനിങ്. ഞാൻ മലയാളത്തിലും കൂടെ മീനിങ് കൊടുത്തത് നിങ്ങൾക്ക് പരീക്ഷ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടോ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഫ്രേസൽ വേർബ് പുട്ട് എക്രോസ് ആണ്. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു കമ്മ്യൂണിക്കേറ്റ് എന്നാണ്, ഒരു കാര്യം പറയുക. ടു കമ്മ്യൂണിക്കേറ്റ് നിങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് ആശയവിനിമയം നടത്തുക. വേണ്ട, ഒരു കാര്യം ഒരാളോട് പറയുക. പുട്ട് എക്രോസ്. ഫോർ എക്സാമ്പിൾ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിലെ ദ ബോയ് ഗോട്ട് ഡൗൺ ഫ്രം ദ ട്രീ ആൻഡ് വെന്റ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ ടു ഡാഷ് അബൌട്ട് ദ ഫൈറ്റ്. ടു പുട്ട് എക്രോസ് അബൌട്ട് ദ ഫൈറ്റ്. ഓക്കെ, പറയാൻ വേണ്ടി പോയി. അടുത്ത ഫ്രേസൽ വേർബ് പുട്ട് ഫോർവേഡ് ആണ്. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ
ടു സജസ്റ്റ് എൻ ഐഡിയ, ഒരു ആശയം, ഒരു ഐഡിയ അവതരിപ്പിക്കുക എന്നാണ്. അല്ലേ, നമുക്കറിയാം സത്യജിത് റായിയുടെ പ്രൊജക്ട് ടൈഗർ എന്ന് പറഞ്ഞ മെമ്മയറിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. സത്യജിത് റായ് ഡു നോട്ട് വാണ്ട് ടു ഷോ ദ റിംഗ് മാസ്റ്റർ അലോങ് വിത്ത് ദ ടൈഗർ ഇൻ ദ സീൻ. അപ്പോൾ സത്യജിത് റായ് ഒരു ആശയം, ഒരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട് വാസ് ദ ഐഡിയ? യെസ്, ടു യൂസ് എ കോളം മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ. സോ ഇങ്ങനെ കണക്ട് ചെയ്യുക, ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുക. നമുക്ക് ആകെ 4 ചാപ്റ്ററിനെ ഫ്രേസൽ വെർബ്സ് വരുള്ളൂ ഓണപരീക്ഷയിൽ. ഏതൊക്കെയാണ്? അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻ ട്രീ, സ്നേക്ക് ആൻഡ് ദ മിറർ, പ്രൊജക്ട് ടൈഗർ, മൈ സിസ്റ്റർ ഷൂസ്, ബ്ലോയിങ് ഇൻ ദ വിൻഡോ, ലൈൻസ് റിട്ടേൺ ഏർലി സ്പ്രിംഗ് എന്നും ഫ്രേസൽ വെർബ്സ് വരില്ലല്ലോ സാർ, അതറിയാമല്ലോ. അടുത്ത ഫ്രേസൽ വെർബ് പുട്ട് അപ്പ് വിത്ത് ആണ്. നമുക്കറിയാം പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ടോളറേറ്റ് എന്നാണ്, സഹിക്കുക എന്നാണ്. അപ്പം നമ്മൾ പുട്ട് വെച്ചിട്ടുള്ള 5 ഫ്രേസൽ വെർബ്സ് പഠിച്ചു. ഇനി വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ പുട്ട് ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബ് എടുക്കുന്നു. പുട്ട് ഓൺ V1 ആണ്. പുട്ട് ഓണിന്റെ V2 എന്താ? പുട്ട് ഓണിന്റെ V2 എന്ത് തന്നെയാണ്? പുട്ട് ഓൺ തന്നെയാണ്. V3 എന്ത് തന്നെയാണ്? പുട്ട് ഓൺ തന്നെയാണ്. കാരണം എന്താ? പുട്ടിന്റെ V1 V2 V3 എന്താണ്? പുട്ടാണ്. അതുകൊണ്ട് ഇതിന്റെ V2 സെപ്പറേറ്റ് പഠിച്ചു വെക്കേണ്ട, ഓർമ്മിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെയാണ്. അടുത്ത സെറ്റിലേക്ക് പോകണം. അടുത്തൊരു ഫ്രേസൽ വെർബ് സെറ്റ് ഓഫ് ആണ്. വീണ്ടും സെറ്റിലും നമുക്ക് V1 V2 V3 കുഴപ്പമില്ല, കാരണം സെറ്റിന്റെ V1 V2 V3 സെറ്റ് തന്നെയാണ്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്റ്റാർട്ട് എ ജേർണി എന്നാണ്, ഒരു യാത്ര ആരംഭിക്കുക എന്നാണ്. സോ സെറ്റ് ഓഫ് പഠിച്ചു വെക്കുമ്പോൾ എൻ്റെ മക്കൾ എന്തുകൂടെ പഠിച്ചു വെക്കണം? സെറ്റ് ഔട്ട് കൂടെ പഠിച്ചു വെക്കണം. രണ്ടിൻ്റെ മീനിങ് ഒരു സ്ഥലത്തേക്ക് പോവുക. ഞാൻ മലയാളത്തിൽ എഴുതി ശ്രദ്ധിക്കുക. അതായത് ഒരാളൊരു സ്ഥലത്തേക്ക് പോയാൽ അത് സെറ്റ് ഔട്ടാണ്. ഫോർ എക്സാമ്പിൾ പ്രൊജക്ട് ടൈഗർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സത്യജിത് റായ് സെറ്റ് ഔട്ട് to see the manager of Bharat Circus, അല്ലെങ്കിൽ Mr. Thorat set out to the shooting location along with the tigers. So set out എന്ന് വെച്ചാൽ ഒരു യാത്ര പോവുക, ഒരു സ്ഥലത്തേക്ക് പോവുക. അടുത്തത് സെറ്റ് അസൈഡ് ആണ്. കൺഫ്യൂഷൻ ആവരുത്. സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി, മറ്റൊരു സമയത്തേക്ക് വേണ്ടി മാറ്റി വെക്കുക, റിസർവ് ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ പുട്ട് ഓഫ് പറഞ്ഞപ്പോൾ ഞാൻ മലയാളം എന്താ കൊടുത്തത്? നീട്ടി വെക്കുക, പരിപാടി നീട്ടി വെക്കുക. പക്ഷേ ഇവിടെ മാറ്റി വെക്കലാണ്. ഒരു പൈസ അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു കിലോ അരി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് അസൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത ആഴ്ചത്തേക്ക്, അടുത്ത മാസത്തേക്ക് നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും. അടുത്ത ഫ്രേസൽ വെർബ് സെറ്റപ്പ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ചാപ്റ്ററിന്റെ പേര് ദ സ്നേക്ക് ആൻഡ് ദ മിററിൽ ആദ്യത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട്. ഹോമിയോപ്പത്ത് ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് ഹിസ് മെഡിക്കൽ പ്രാക്ടീസ്. ഹോമിയോപ്പത്ത് തൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സോ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എന്നാണ്, ടു ബിഗിൻ എന്നാണ്, ആരംഭിക്കുക എന്നാണ്. അടുത്ത ഫ്രേസൽ വെർബ് കം അക്രോസ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വെർബ്. കം അക്രോസ് എന്ന് പറഞ്ഞാൽ ടു മീറ്റ് എന്നാണ്. ശരിക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻ ടു മീറ്റ് ബൈ ചാൻസ്, യാദൃശ്ചികമായി കണ്ടുമുട്ടുക എന്നാണ്. പക്ഷെ എൻ്റെ കുട്ടികളത് ഓർമ്മിച്ച് വെക്കേണ്ട. കം അക്രോസ് എന്ന് വെച്ചാൽ എന്താണ്? ടു മീറ്റ്, കാണുക അല്ലെങ്കിൽ കണ്ടുമുട്ടുക എന്നാണ്. ഇനി കം അക്രോസിന്റെ V2 എന്താ? കമ്മിന്റെ V2 എന്താ പറഞ്ഞേ? യെസ്, കെയിം ആണ്. അപ്പൊ കം അക്രോസിന്റെ V2 എന്താ? കെയിം അക്രോസ് ആണ്. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അടുത്ത ഫ്രേസൽ വെർബ് കം ഫോർവേഡ് ആണ്. വെരി സിമ്പിൾ. കാരണം കം ഫോർവേഡ് എന്ന് വെച്ചാൽ, കം എന്ന് വെച്ചാൽ വരിക, ഫോർവേഡ് എന്ന് വെച്ചാൽ മുന്നോട്ട്. സോ കം ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താ? വോളണ്ടിയർ ടു ഡു സംതിങ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരിക. അതാണ് എന്ത്? കം ഫോർവേഡ്. 10 പഠിച്ചല്ലോ. പഠിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ പറഞ്ഞിട്ട് പോയിട്ട് പഠിച്ചിട്ട് വരാം. 11ാമത്തെ ഫ്രേസൽ വെർബ് ഗിവ് അപ്പ് ആണ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ V2 ഗേവ് അപ്പ് ആണ്. ഗിവ് അപ്പിന് 2 മീനിങ് ഉണ്ട്. ഗിവ് അപ്പിന് എത്ര മീനിങ് ഉണ്ട്? 2 മീനിങ് ഉണ്ട്. ഒന്നാമത്തെ മീനിങ് ടു അക്സെപ്റ്റ് ഡിഫീറ്റ് എന്നാണ്, പരാജയം സമ്മതിക്കുക എന്നാണ്. രണ്ടാമത്തെ മീനിങ് ടു അബാൻഡൻ, ഒരു കാര്യം ഉപേക്ഷിക്കുക എന്നാണ്. അല്ലേ, നമ്മൾ സ്നേക്ക് അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻ ട്രീയിൽ കോബ്രയും മംഗൂസും നമ്മൾ ഫൈറ്റ് കണ്ടിട്ടുണ്ട്. ദ കോബ്ര വാസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ്. അല്ലെ, കോബ്ര ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഗിവ് അപ്പ്. അടുത്തത് ഗിവ് ഇൻ. ഗിവ് അപ്പിന്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു ഫ്രേസൽ വെർബാണ് ഗിവ് ഇൻ. പോസിറ്റീവ് അല്ല, നെഗറ്റീവ് തന്നെയാണ്. ഗിവ് എന്ന് പറഞ്ഞാൽ ടു സറണ്ടർ എന്നാണ്, അടിയറവ് പറയുക, കീഴടങ്ങുക എന്നാണ്. അപ്പം അതും കൂടെ അതിൻ്റെ കൂടെ പഠിച്ചു വെക്കാം. അടുത്ത 2 ഫ്രേസൽ വെർബ്സ് ഉണ്ട്. ഒന്നാമത്തെ ആൾ കോളോൺ ആണ്, രണ്ടാമത്തെ ആൾ കോളറ്റ് ആണ്. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പലപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്. രണ്ടിൻ്റെ മീനിങ് എന്താണ്? ടു വിസിറ്റ് എന്നാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു? നോക്കൂ, കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അറ്റ് എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ എന്തിൻ്റെ മുമ്പിലാണ് ചേർക്കുക? പ്ലേസിൻ്റെ മുമ്പിലാണ്. ആൻഡ് ഇവിടെ കോൾ ഓൺ എന്ന് പറഞ്ഞാൽ ഓൻ എന്നാലോചിച്ചാൽ മതി. ഓനെ, ഒരാളെ എന്നാലോചിച്ചാൽ മതി. സോ കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ എന്നാണ്. കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് എന്നാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കോൾ ഓഫ്. കോൾ ഓഫ് എന്ന് വെച്ചാൽ എന്താ? ക്യാൻസൽ എന്നാണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ്പോൺ എന്നാണ്. ഒന്ന് മാറ്റിവെക്കലാണ്, ഒന്നെന്താണ്? ക്യാൻസൽ ചെയ്യലാണ്. പോസ്റ്റ്പോൺ, പുട്ട് ഓഫ്, പീപ്പ്, കോൾ ഓഫ്, ക്യാൻസൽ, കീക്ക്. റൈറ്റ്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്,
ഗോ ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു കണ്ടിന്യൂ എന്നാണ്, തുടരുക എന്നാണ്. എന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഓപ്ഷൻസിൽ ഗോ ഓൺ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തേ കാണാൻ പറ്റുള്ളൂ? വെൻറ്റ് ഓണേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അയ്യോ നാച്ചു സാർ ഇത് ഞങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. എടാ പഠിപ്പിച്ചിട്ടുണ്ടടാ, ഗോ ഓൺ ആണ് ഞാൻ പഠിപ്പിച്ചത്. ഗോ ഓൺ എന്ന് വെച്ചാൽ തുടരുക, വെൻറ്റ് ഓൺ എന്ന് വെച്ചാൽ തുടർന്നു, ടു കണ്ടിന്യൂ, സോറി കണ്ടിന്യൂഡ് എന്നാണ്. നെക്സ്റ്റ് ഗോ അറ്റ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഗോ അറ്റ്, ഗോ അറ്റാക്ക്. ഗോ അറ്റ് എന്ന് വെച്ചാൽ എന്താ? അറ്റാക്ക്. ഗോ അറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അറ്റാക്ക്, ടു അറ്റാക്ക് എന്നാണ്. അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിലും പ്രൊജക്ട് ടൈഗറിലും നിങ്ങൾക്ക് ഫ്രേസൽ വേർബ് എക്സ്പെക്ട് ചെയ്യാം. അടുത്തത് ഗോ ഫോർ ആണ്. ഇത് പ്രൊജക്ട് ടൈഗറിലും അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിലും. അതായത് ഒരാളുടെ നേരെ, ഒരു വസ്തുവിന് നേരെ കുതിച്ച് പായുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോ ഫോർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, ഗോ ഫോറിൻ്റെ V2 എന്താണ്? വെൻറ്റ് ഫോർ ആണ്. ഗോ അറ്റിൻ്റെ V2 വെൻറ്റ് അറ്റ് ആണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. കാരണം ഇപ്പോൾ പ്രൊജക്ട് ടൈഗറിൽ ചോദിക്കും അല്ലേ, ദ മൊമെന്റ് എന്താണ്, ദ ഡോർ ഓഫ് ദ കേജ് വാസ് അൺഫാസ്റ്റഡ്, the tiger jumped out of the cage and dashed at the villagers gathered around the camera. Dash at, അവിടെ എന്താ ചേർക്കേണ്ടത്? വെൻറ്റ് അറ്റ് അല്ലെങ്കിൽ വെൻ ഫോർ. മനസ്സിലായോ? അല്ലെങ്കിൽ ഗോ ഫോർ അല്ലെങ്കിൽ ഗോ അറ്റ്. അപ്പോൾ ഇത് ഒന്ന് ഓർമ്മിച്ച് വെക്കാം. അടുത്തത് ഗോ ത്രൂ ആണ്. അടുത്ത ഫ്രേസൽ വേർബ് ഏതാണ്? ഗോ ത്രൂ ആണ്. ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ ടു എക്സാമിൻ എന്നാണ്, പരിശോധിക്കുക എന്നാണ്. ഗോ ത്രൂവിന് കടന്നു പോവുക എന്ന അർത്ഥം കൂടെയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് ഗോയിങ് ത്രൂ ദ ടഫ് ടൈംസ് ഓഫ് ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശം കാലത്തൂടെയാണ് ഗോ ത്രൂ ചെയ്യുന്നത്, കടന്നു പോകുന്നത്. ടു എക്സാമിൻ, ഈ ഗോ ത്രൂ നിങ്ങൾക്ക് എവിടെ വേണം? അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിൽ നമ്മുടെ ബോയ് ഗ്രാൻഡ് മദറിൻ്റെ നിറ്റിങ്ങിന് വേണ്ടി സെർച്ച് ചെയ്യുന്നുണ്ട്, എക്സാമിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുക. നെക്സ്റ്റ് ഫ്രേസൽ വേർബ് മേക്കപ്പ് വൺസ് മൈൻഡ്. അത് വൺസ് എന്ന് പറയാനുള്ള കാരണം മേക്കപ്പ് ഹെർ മൈൻഡോ മേക്കപ്പ് ഹിസ് മൈൻഡോ ഒക്കെ ആവാം. സോ മേക്കപ്പ് വൺസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഡിസൈഡ്, ഒരു കാര്യം തീരുമാനിക്കുക. ഫോർ എക്സാമ്പിൾ, സത്യജിത് റായ് മേഡ് അപ്പ് ഹിസ് മൈൻഡ് ടു വിസിറ്റ് ദ മാനേജർ ഓഫ് ഭാരത് സർക്കസ്. ഓക്കെ ഡൺ. അല്ലെങ്കിൽ മിസ്റ്റർ തൊറാത്ത് മേഡ് അപ്പ് ഹിസ് മൈൻഡ് ടു ബ്രിങ് 2 tigers. നെക്സ്റ്റ് വൺ മേക്ക് ഔട്ട് ആണ്. ഏതാണ് ഫ്രേസൽ വേർബ്? മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് എന്നാണ് അല്ലേ. നമ്മുടെ ടൈഗർ ആ കേജിൽ നിന്ന് പുറത്തേക്ക് ചാടിയ സമയത്ത് ഇറ്റ് സ്റ്റാർട്ടഡ് ജമ്പിങ് ആൻഡ് പ്രാൻസിങ് അറൗണ്ട് വിത്ത് ട്രെമൻഡസ് എന്തൂസിയാസം. ഇനീഷ്യലി മിസ്റ്റർ തൊറാത്ത് കുഡിൻ ഡാഷ് എനിത്തിങ്. തുടക്കത്തിൽ മിസ്റ്റർ തൊറാത്തിന് ഒന്നും മനസ്സിലായില്ല, കുഡിൻ മേക്ക് ഔട്ട് എനിത്തിങ്. വെരി ഗുഡ്. നെക്സ്റ്റ് ഫ്രേസൽ വേർബ് ഈസ് ടേൺ അപ്പ്. ടേൺ അപ്പ് വളരെ സാധ്യതയുള്ള ഫ്രേസൽ വേർബാണ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ ടു അപ്പിയർ അല്ലെങ്കിൽ ടു അറൈവ്, എത്തിച്ചേരുക അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുക. സോ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിൽ മങ്കൂസ് ടേൺഡ് അപ്പ് ഫ്രം ദ പൊന്തക്കാട് അല്ലേ. പൊന്തക്കാടിൻ്റെ ഇംഗ്ലീഷ് എന്തായിരുന്നു? ബുഷസ് അല്ലേ. ഇനി നോക്കൂ, ടേൺ ഡൗൺ. ടേൺ ഡൗൺ എന്താ ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ? ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ടു റിജക്റ്റ് എന്നാണ്, അല്ലെങ്കിൽ നിരസിക്കുക എന്നാണ് അല്ലേ. സത്യജിത് റായ് ഭാരത് സർക്കസിലെ മാനേജറിനോട് ഒരു ടൈഗറിനെ വേണമെന്ന് പറയുന്നു. ഫോർച്ചുനേറ്റ്ലി ദ മാനേജർ ഓഫ് ഭാരത് സർക്കസ് ഡിഡിൻ ഡാഷ് ഹിസ് റിക്വസ്റ്റ്, ഡിഡിൻ ടേൺ ഡൗൺ ഹിസ് റിക്വസ്റ്റ്. വെരി ഗുഡ്. നെക്സ്റ്റ് ടേക്കൺ അബാക്ക്. വെരി ഇമ്പോർട്ടൻറ്റ്. ടേക്കൺ അബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഷോക്ക് ആൻഡ് സർപ്രൈസ് എന്നാണ്, ഞെട്ടിത്തെരിക്കുക എന്നാണ്. സോ ഈ ടൈഗറിൻ്റെ വയലന്റ് ബിഹേവിയർ കണ്ട സമയത്ത് മിസ്റ്റർ തൊറാത്ത് എന്താവുന്നുണ്ട്? ടേക്കൺ അബാക്ക് ആവുന്നുണ്ട്. ദെൻ സ്നേക്ക് ആൻഡ് വിറലിൽ ഹോമിയോപ്പതിൻ്റെ ഷോൾഡറിൽ സ്നേക്ക് ലാൻഡ് ചെയ്ത സമയത്ത് ഹോമിയോപ്പതി എന്താവുന്നുണ്ട്? ടേക്കൺ അബാക്ക് ആവുന്നുണ്ട്. ഇങ്ങനെ കോണ്ടെക്സ്റ്റ് വെച്ച് പഠിക്കുക, അല്ലാതെ എന്തെങ്കിലും പഠിച്ചു പോകരുത്. നെക്സ്റ്റ് ഗെറ്റ് അവേ. ഗെറ്റ് അവേ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ടു എസ്കേപ്പ് എന്നാണ്, രക്ഷപ്പെടുക എന്നാണ് അല്ലേ. ഫൈനലി ദ ഹോമിയോപാത്ത് ഗോട്ട് അവേ ഫ്രം ദ സ്നേക്ക് അല്ലെങ്കിൽ എസ്കേപ്ഡ് ഫ്രം ദ സ്നേക്ക്. ദെൻ ദ ലാസ്റ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ദ ലാസ്റ്റ് സെറ്റ് ഗെറ്റ് അലോങ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബി ഫ്രണ്ട്ലി എന്നാണ്, സൗഹൃദത്തിലാവുക എന്നാണ് അല്ലേ. അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിലെ ദ ബോയും ദ ഗ്രേ സ്ക്യൂലും എന്താവുന്നുണ്ട്? ദേ ഗോട്ട് അലോങ് അല്ലേ, അവർ സൗഹൃദത്തിലാവുന്നുണ്ട്. ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക എന്നാണ്, ചോദിച്ചേക്കാം. ടു ടേക്ക് കെയർ ഓഫ്. അടുത്തത് ടേക്ക് പാർട്ട്. ടേക്ക് പാർട്ട് മീൻസ് പാർട്ടിസിപ്പേറ്റ്. ടേക്ക് പാർട്ട്, പാർട്ടിസിപ്പേറ്റ്, പങ്കെടുക്കുക. അടുത്തത് ഗിവ് അവേ ആണ്. ഒരു മീനിങ് നമുക്കറിയാം, നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സൈലത്തിലൊക്കെ ഗിവ് അവേ നടക്കുന്നുണ്ട്. ഗിവ് അവേ എന്ന് പറഞ്ഞാൽ ടു ഡിസ്ട്രിബ്യൂട്ട് എന്നാണ്. പക്ഷേ ഗിവ് അവേക്ക് മറ്റൊരു മീനിങ് കൂടെ ഉണ്ട്, ടു റിവീൽ എ സീക്രറ്റ്, ഒരു രഹസ്യം പുറത്ത് പറയുക എന്ന അർത്ഥം കൂടെ ഉണ്ട്. ദ ലാസ്റ്റ് വൺ പുട്ട് ആൻ എൻഡ് ടു. പുട്ട് ആൻ എൻഡ് ടു മീൻസ് ടു എൻഡ് സംതിങ്, ഒരു കാര്യം എന്ത് ചെയ്യുക? അവസാനിപ്പിക്കുക. അതിനെ നമ്മൾ എന്ത് വിളിക്കും? പുട്ട് ആൻ എൻഡ് ടു എന്ന് വിളിക്കും. നൗ ലെറ്റ്സ് പ്രാക്ടീസ് എ കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും ചെയ്തതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നോക്കൂ, ഇങ്ങനൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇത് ഫസ്റ്റ് ടേം 2022 ചോദിച്ച ചോദ്യമാണ്. ഏതൊക്കെയാണ് നിങ്ങളുടെ ഓപ്ഷൻസ് എന്ന് നോക്കുക. ടേണപ്പ്. നമുക്ക് ടേണപ്പിൻ്റെ മീനിങ് അറിയാലോ. ടേണപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അറൈവ് എന്നാണ് അല്ലെങ്കിൽ അപ്പിയർ എന്നാണ്. മലയാളത്തിലായാലും പരീക്ഷാ പേപ്പറിൽ എഴുതി വെച്ചാൽ കുഴപ്പമില്ല. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്?
ടു വെയർ എന്നാണ്. കം അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റ് എന്നാണ്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം മനസ്സിലാക്കുക എന്നാണ്. ഗിവ് അവേ, ടു റിവീൽ എ സീക്രട്ട് എന്നാണ്, അല്ലെങ്കിൽ ടു ഡിസ്ട്രിബ്യൂട്ട് എന്നാണ്. ഈ സ്പീഡ് നിങ്ങൾക്ക് കിട്ടും എങ്ങനെ? നിങ്ങൾ ഈ വീഡിയോ 1-2 തവണ കണ്ടിട്ട് കൃത്യമായി ഞാൻ പറഞ്ഞ ഫ്രേസൽ വെർബ് പഠിച്ചാൽ. ഈ വീഡിയോ 1-2 തവണ കണ്ടാൽ മതി. പിന്നെ എന്ത് ചെയ്യുക? എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ടൂം റൈറ്റ്. അപ്പോൾ നമ്മളിത് വായിക്കുന്നു. ഇത് സത്യജിത് റായുടെ മെമ്മയർ പ്രൊജക്ട് ടൈഗർ എന്നുള്ളൊരു പാർട്ടാണ്. ഒരു എന്താ പറയുക, എക്സെപ്റ്റ് ആണ്. നോക്കാം. ബിഫോർ ഐ കുഡ് ഡാഷ് എനിത്തിങ് എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻ. ബിഫോർ ഐ കുഡ് ഡാഷ് എനിത്തിങ്, എനിക്ക് എന്തോ ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് വിചിത്രമായൊരു സംഭവം നടന്നു. എനിക്ക് എത്തിച്ചേരാൻ പറ്റുന്നതിന് മുമ്പ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, അയാളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അയാൾ ഡിസ്നി സ്റ്റുഡിയോയിൽ എത്തിയതിനു ശേഷം നടക്കുന്നത്. ബിഫോർ ഐ കുഡ് എന്ത് ധരിക്കാൻ ഇല്ലേ? ബിഫോർ ഐ കുഡ് മീറ്റ്, ബിഫോർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവിടെ അതാണ് അപ്രോപ്രിയേറ്റ്. ഓരോന്നിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് മുമ്പ്. അപ്പോൾ ബിഫോർ ഐ കുഡ് മേക്ക് ഔട്ട് എനിത്തിങ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് മുമ്പ് ഒരു സ്ട്രേഞ്ച് തിങ് സംഭവിച്ചു. അപ്പോൾ ഇനി മേക്ക് ഔട്ട് ഇല്ല. ഇനി നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് കൺസിഡർ ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, എ ഡ്വാഫ് ഡാഷ് ഫ്രം നോവർ. ഫ്രം നോവർ, എവിടെ നിന്നില്ലാതെ ഒരു ഡ്വാഫ്, ഒരു കുറിയ മനുഷ്യൻ യെസ് പ്രത്യക്ഷപ്പെട്ടു. ടേണപ്പ് അല്ല, നമ്മളവിടെ ടേൺഡപ്പ് എഴുതേണ്ടത്, V2 ആണ് എഴുതേണ്ടത്. കാരണം എന്താണ്? പാസ്റ്റ് ടെൻസ് ആണല്ലോ. ടേണപ്പ് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ സാർ എന്താ സാർ ഇവിടെ മേക്ക് ഔട്ടിന് പകരം മെയ്ഡ് ഔട്ട് എഴുതാത്തത്? അതിവിടെ കുഡ് ഉള്ളതുകൊണ്ടാണ് അല്ലേ? വില്ല് വുഡ്, ഷാള് ഷുഡ്, ക്യാൻ കുഡ്, മേ മൈറ്റ് മസ്റ്റ്. ഈ ഓക്സിലറി വേർബ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ബേസ് ഫോം ആണ്. ഇത് എഡിറ്റിംഗിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള റൂളാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ ലൈവിൽ പഠിക്കും. നിങ്ങൾ ബേജാർ മത് കരോ. അടുത്തത്, ഹി ഹാഡ് ഡാഷ് ഹെയറി ഡോഗ് സ്കിൻ. അദ്ദേഹം ഒരു ഹെയറി ഡോഗ് സ്കിൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഹാഡ് ധരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഹി ഹാഡ് പുട്ട് ഓൺ പിന്നെ V1 V2 V3 പുട്ട് ഓൺ തന്നെയാണ്, കുഴപ്പമില്ല. അടുത്തത്, ഐ ഹാവ് നെവർ ഡാഷ് സച്ച് എ സീൻ ഇൻ മൈ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുപോലെ സീൻ ഇതുവരെ കണ്ടിട്ടില്ല. കം അക്രോസ് ആണ് എഴുതേണ്ടത്, പക്ഷേ കം അക്രോസിൻ്റെ V2 എഴുതിയാൽ കുറച്ചുകൂടെ നല്ലതാണ് കെയിം അക്രോസ്. സോ ഈ 4 മാർക്ക് 2022 നിങ്ങൾക്ക് കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ 2021 SSLC എക്സാമിന് ചോദിച്ചൊരു ചോദ്യം നോക്കിയാലോ? നോക്കൂ, നമുക്കിവിടെ ഓപ്ഷൻസ് എന്താ? പുട്ട് അപ്പ് വിത്ത്, നമുക്കറിയാം പുട്ട് അപ്പ് വിത്ത് എന്ന് വെച്ചാൽ സഹിക്കുക. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂ, തുടരുക. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? റിജക്റ്റ് ചെയ്യുക. ഗോ ഫോർ, ഞാൻ പറഞ്ഞു ഗോ ഫോർ, ഒരാളുടെ നേരെ കുതിച്ചു പോകുന്നതിനാണ് ഗോ ഫോർ എന്ന് പറയുക. ഇനി ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അറൈവ് എന്നാണ്, അപ്പിയർ എന്നാണ്. ഇനി നമ്മൾ ചോദ്യം വായിക്കുന്നു. എ ലോട്ട് ഓഫ് പീപ്പിൾ ഡാഷ് ടു വാച്ച് ദ ഷൂട്ടിംഗ് ഓഫ് ദ ഫിലിം. ഒരുപാട് ആളുകൾ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? സഹിച്ചിട്ടുണ്ട്, തുടർന്നിട്ടുണ്ട്, റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഷൂട്ടിംഗ് കാണാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിച്ചേർന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ ടേണപ്പ് ആണ്. പക്ഷെ നമ്മൾ എന്ത് എഴുതിയാൽ കുറച്ചുകൂടി നല്ലത്? ടേണപ്പ് എഴുതിയതിലേക്ക് മാർക്ക് കിട്ടും, പക്ഷെ കുറച്ചുകൂടി നല്ലത് എന്താണ്? ടേൺഡ് അപ്പ് എഴുതിയാണ്, എത്തിച്ചേർന്നു. ദ ഫിലിം ക്രൂ ഡാഷ് റിക്വസ്റ്റിംഗ് ദ പീപ്പിൾ ടു ക്ലിയർ ദ ഫീൽഡ്. ആ ഫിലിം ക്രൂ ആളുകളോട് ഫീൽഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. സോ നമുക്ക് വേണ്ട ആൻസർ ഏതാണ്? ഗോ ഓൺ ആണ്. സോ ഗോ ഓൺ എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വെൻറ്റ് ഓൺ എഴുതാം. കാരണം തുടർന്നു പാസ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് വെൻറ്റ് ഓൺ, ഗോ ഓൺ വേണ്ട, ടേൺ അപ്പ് വേണ്ട. ബാക്കിയുള്ള ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാം. നോക്കൂ, ബട്ട് ഓൾ ദ റിക്വസ്റ്റ് വേർ, പക്ഷേ എല്ലാ റിക്വസ്റ്റുകളും ഇവരോട് കൊടുത്ത എല്ലാ റിക്വസ്റ്റുകളും ഇവർ എന്ത് ചെയ്തു? ഇവർ നിരസിച്ചു, ടേൺ ഡൗൺ. സോ മൂന്നാമത്തെ ആൻസർ എന്താണ്? ടേൺഡ് ഡൗൺ ആണ്. റൈറ്റ്. ബട്ട് വെൻ ദ ടൈഗർ എമേർജ്ഡ് ഫ്രം ദ കേജ്, ഞാൻ നിങ്ങളോട് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു ടൈഗർ കേജിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആൻഡ് ഡാഷ് അറ്റ് ദ ക്രൗഡിന് നേരെ എന്തോ ചെയ്തപ്പോൾ, ക്രൗഡിന് നേരെ കുതിച്ചപ്പോൾ. സോ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഗോ ഫോർ ആണ്. സോ ഗോ ഫോറിൻ്റെ V2 വെൻ ഫോർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അത് അറിയില്ലെങ്കിൽ ഗോ ഫോർ എഴുതുക. ദേ റാൻ ഫോർ ദർ ലൈഫ്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഫ്രേസൽ വേർബ്സ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഫ്രേസൽ വേർബ്സ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഞാൻ ഈ എടുത്ത എഫേർട്ട്, ഞാൻ ഈ കാണിച്ച ആവേശം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സെപ്റ്റംബർ 1-ാം തീയതിയും 2-ാം തീയതിയും നമുക്ക് മെഗാ മാരത്തൺ ലൈവ്സ് ഉണ്ട്. അതിൽ നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് വിത്ത് റൂൾസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. സോ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഉറപ്പായിട്ട് നിങ്ങളവിടെ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മുടെ ക്ലാസ്സുകളുടെ ക്വാളിറ്റിയെക്കുറിച്ച്, നമ്മുടെ മെഗാ മാരത്തൺസിനെ കുറിച്ച് നിങ്ങൾ പറയുക. ഉറപ്പായിട്ടും സൈലത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് നിങ്ങളാണ്. സോ മറന്നു പോവാതെ ലൈവിൽ പങ്കെടുക്കുക. ലൈവിൻ്റെ കാര്യം നിങ്ങൾ എല്ലാവരെയും ലിങ്ക് ഷെയർ ചെയ്ത് അറിയിക്കുക. ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ ഈ കൊടുത്ത ക്വസ്റ്റ്യൻ, ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ ABCDE 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ABCDE എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റ് ആയിട്ട് കൊടുക്കുക. ആൻഡ് അതിൻ്റെ കൂടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സോ നമ്മൾ ലൈവിൽ കാണാം. സോ അണ്ടിൽ ദെൻ, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചുസ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവ്രിബഡി. I love you.